ഹായ് ഹലോ നമസ്കാരം. നമ്മൾ വീട്ടിൽ സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു സ്ഥലമല്ലേ ഇതെൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. നല്ല പച്ചപ്പും ഹരിതാപവും ഒക്കെ ആട്ടോ. ഇന്നൊരു വൈകുന്നേരമാണ്. ഞങ്ങളൊരു സ്ഥലം വരെ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് റെഡി ആവാമെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം പിന്നെ റെഡി ആവലും കാര്യത്തിലൊക്കെ എനിക്ക് എപ്പോഴും ഒരാളുടെ കൂടെ ഉണ്ടാവും, ജാനിക്കുട്ടിയുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്തോളും. എന്നാലും കൂടെ തന്നെ ഇങ്ങനെ ഉണ്ടായിരിക്കും കേട്ടോ. പക്ഷെ അത് രസമാണ്. നമ്മുടെ കുഞ്ഞു വാവകൾ നമ്മുടെ കൂടെ ഇങ്ങനെ റെഡി ആവാനൊക്കെ ഇരിക്കുന്നത്. പക്ഷെ ചില സമയം ദേഷ്യം വരും, കാരണം ആൾ കണ്ണാടിയുടെ മുമ്പിൽ ഇത് മാറൂല. അത് പിന്നെ അടിയും വഴക്കൊക്കെ ആകും. എന്തായാലും രസമാണ്. ഞങ്ങൾ റെഡിയാക്കി കഴിഞ്ഞു. ഞാനാണെങ്കിൽ കുറേ നാൾക്ക് ശേഷം ചുരിദാറൊക്കെ ഇട്ട് ജിമ്മിക്കൊക്കെ ഇട്ട് പണ്ടൊരുങ്ങുന്ന ഒരു രീതിയിലൊക്കെ ഒരുങ്ങിയത്. ഇപ്പം ഇങ്ങനെ ജിമ്മിക്ക് ഇടലും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. അതേ നാത്തൂൻസം റെഡിയാണ്. ഞങ്ങൾ എല്ലാവരോടും കൂടി സന്തോഷമായിട്ട് പോകുന്നത് ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഭരണിക്കാവ് ദേവീക്ഷേത്രത്തിൽ. അവിടെ ഒരു ഗോപുര നടയുടെ ഉദ്ഘാടനത്തെ സംബന്ധിച്ച് ഭയങ്കര വലിയ പ്രോഗ്രാമാണ്. ഇത് ഞങ്ങളിപ്പോൾ വന്നേക്കുന്നത് ഞങ്ങൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ച് ഇരുന്ന ഒരാളുടെ പ്രോഗ്രാം കാണാനായിട്ടാണ്. ഇവിടെ വന്നപ്പോൾ ആണെങ്കിൽ വമ്പൻ കിടിലൻ സ്റ്റേജും അടിപൊളി സെറ്റപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വളരെ നേരത്തെ വന്ന് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ എത്തി നവ്യ നായരുടെ പ്രോഗ്രാം ഒന്ന് നേരിട്ട് കാണുക എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്തോ ഭയങ്കര ഇമോഷണലായിട്ട് തോന്നി, ഭയങ്കര സന്തോഷം തോന്നി. ആളുടെ ഡാൻസും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ പറയുന്നതും എല്ലാം കൂടി ഒരു കിഡിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. നെക്സ്റ്റ് ഡേ അങ്ങനെ അടുത്തൊരു പ്രോഗ്രാം എന്നുള്ള രീതിയിൽ ചെന്നു. പക്ഷേ അത്ര എക്സ്പെക്റ്റേഷനോടെ ഒന്നുമല്ല ചെന്നത്. പക്ഷേ എൻ്റെ പൊന്നെ, വിധു പ്രതാപിൻ്റെ ഗാനമേളയായിരുന്നു. ജസ്റ്റ് ഒരു ഗാനമേള എന്ന് ഓർത്ത് പ്രതീക്ഷ ഞാൻ ചെന്നത്. പക്ഷേ ഇതൊരു മാസ് പെർഫോമൻസ് ആയിരുന്നു. ഒരു 1 മാൻ ഷോ, 2 മണിക്കൂർ. എൻ്റെ ദൈവമേ, ഇങ്ങനെയൊരു പ്രോഗ്രാം നേരിട്ട് ഞാൻ കണ്ടിട്ടേയില്ല. അവിടെ ഇരുന്നതിൽ ആ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ഡാൻസ് കളിക്കാത്ത, കൈ കൊട്ടാത്ത ഒരു മനുഷ്യരും ഉണ്ടാവില്ല. എന്തായാലും ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലൊരു പ്രോഗ്രാം ഫസ്റ്റ് ടൈമാട്ടോ. എന്തായാലും ഇതെല്ലാം സംഘടിപ്പിച്ച് ഞങ്ങൾ ഈ സംഘാടകർക്കെല്ലാം ഹാറ്റ്സ് ഓഫ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു.